ഒരു പോക്കിന് 40 ദിവസത്തെ നിസ്കാരമാണ് പോയി. ഇനിയോ മന്നതാ കാഹിനൻ, ആരെങ്കിലും ജ്യോത്സ്യനെ സമീപിച്ചു കഴിഞ്ഞാൽ ഫസദ്ദഖഹു ബിമാ യഖൂലു, എന്നിട്ട് അവൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, കേന്ദ്രത്തിലേക്ക് പോയവൻ പിന്നെ അത് സത്യമല്ലാതെ പോരോ? അത് ഇബ്ലീസിനൊരു പ്രത്യേകത ഉണ്ട്. കേന്ദ്രത്തിൽ പോയവനക്കൊക്കെ തോന്നും കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ അവിടെ അങ്ങനെ ആളുകൾ അള്ളിപ്പിടിക്കുന്നത്. എവിടെ പോയവനക്കും അഭിപ്രായം പറയാനുണ്ട്. ഏത് കേന്ദ്രത്തിൽ പോയവനും പറയാനുണ്ട്, അല്ലോ പോകേണ്ട സ്ഥലമാണ് കേട്ടോ, എന്റെ ഇന്ന കാര്യം നേടിയിട്ടുണ്ട് കേട്ടോ, ഞാൻ അനുഭവസ്ഥനാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് ആളുകൾക്ക് എത്രയാ വാചാലനാവാനുള്ളത്. അങ്ങനെ പോയിട്ടൊരുത്തൻ ആ നിലക്ക് ഒരല്പമെങ്കിലും അവന് ഇവര് പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നിയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളിലൊക്കെ ഇവൻ കാഫിറായി പോയിരിക്കുന്നു. എത്ര കടുപ്പമാണ് സഹോദരാ. അമ്മയുടെ കേന്ദ്രത്തിൽ പോകുന്നവരിലും പർദ്ദാധാരികളായ മുസ്ലിം പെണ്ണുങ്ങളുണ്ട്. ആ കേന്ദ്രത്തിലേക്കല്ലേ CM ഇബ്രാഹിം പോയത്? CM ഇബ്രാഹിം പോയത് ആ കേന്ദ്രത്തിലേക്കല്ലേ? ഒരു മന്ത്രിയായിരുന്നില്ലേ അയാൾ? അമ്മയുടെ അനുഗ്രഹം തേടി പോയിട്ടില്ലേ? കേരളത്തിലെ ചില സാമുദായിക കക്ഷികളുടെ MLA പോയിട്ടില്ലേ? പലരും അനുഗ്രഹം വാങ്ങാൻ പോയിട്ടില്ലേ? പലരും കാഞ്ചി മഠാധിപതികളുടെ കാൽക്കൽ പോയി തൊട്ട് വന്ദിച്ചിട്ടില്ലേ? പലരും പണിക്കരുടെ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടില്ലേ? പലരും പല രൂപത്തിലുള്ള ആളുകളുടെ കേന്ദ്രങ്ങളിലും പോയിട്ട് ജീവനകല അഭ്യസിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടില്ലേ? പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പല നേതാക്കന്മാരും പല കേന്ദ്രങ്ങളിലേക്കും പോയിട്ടില്ലേ? എവിടെ പോയാലും ആര് പോയാലും, പൊട്ടു തൊട്ടാലും പൊട്ടു തൊട്ടില്ലെങ്കിലും മറ്റേതെങ്കിലും നിലക്കുള്ള കാര്യങ്ങളിലാണെങ്കിലും ഈ വിശ്വാസത്തോടുകൂടെ പോയി കഴിഞ്ഞാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള സത്യങ്ങളിൽ അവൻ അവിശ്വസിച്ചവനാണ്. അപ്പൊ ആളുകൾക്ക് പോകുന്നിടത്തേക്ക് മതവും ജാതിയും ഒന്നും നോക്കൂല. എന്താ കാരണം? ജനങ്ങളെ ഈ കേന്ദ്രത്തിലേക്ക് പോയാൽ തകരാറില്ലാന്ന് ആരാ പഠിപ്പിച്ചത്? മുജാഹിദുകളാണോ ജനങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളെ കേന്ദ്രത്തിലേക്ക് പോയിക്കോ എന്ന്? എന്നാ പിന്നെ ഞങ്ങൾ പഠിപ്പിച്ചോന്ന് ചില ആളുകൾ ചോദിക്കും. പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പറയാൻ കാരണമെന്നോ? അല്ലാഹു അല്ലാത്ത ആരോടും നിങ്ങൾ സഹായം ചോദിച്ചോളൂ. അള്ളയാണെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. സ്വന്തം കഴിവ് അള്ളാഹുവിനേയുള്ളൂ, മറ്റുള്ളവർക്കൊക്കെ അള്ളാഹു കൊടുത്ത കഴിവേയുള്ളൂ എന്ന വിശ്വാസത്തോടുകൂടി ആരെയും സമീപിക്കാം, ആരോടും പ്രാർത്ഥിക്കാം. അതൊന്നും അവരെ ദൈവങ്ങളാക്കലാവുകയില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് ജനങ്ങളെ പഠിപ്പിച്ചത്. മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. അള്ള കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചാൽ മതി. അള്ള കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ള കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു അറിയും പോലെ അറിയും, അള്ളാഹുവിന് കഴിയും പോലെ കഴിയും. കാരണം എന്താ? ഒക്കെ അള്ള കൊടുത്തത് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആരുടെ കേന്ദ്രത്തിലേക്കും പോകാം. ശിർക്കാവൂല, മുശ്രിക്കായി പോകൂല. കാരണം എന്താ? അള്ളാഹു കാണും പോലെ കാണുമോ ആരെങ്കിലും എന്ന് ചോദിച്ചാൽ കാണും, കേൾക്കും. എന്നാ സഹോദര, ഇങ്ങനെ പോകുന്ന ആളുകളെ ഒന്നാമതായി പഠിപ്പിക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദര, ഒരാൾ എത്ര തന്നെ ഉന്നതനായി മാറിയാലും അള്ളാഹു കാണും പോലെ ഒരാളും കാണുകയില്ല. അള്ളാഹു കേൾക്കും പോലെ ഒരാളും കേൾക്കുകയില്ല. അള്ളാഹു അറിയും പോലെ ഒരാളും അറിയുകയില്ല. അള്ളാഹുവിന് കഴിയുന്നത് പോലെ ഒരാൾക്കും കഴിയുകയില്ല. ഇത് അടിയുറച്ചൊരു മനുഷ്യൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കേന്ദ്രത്തിലേക്കും പോകാൻ പിന്നെ അവനെ കിട്ടുകയില്ല. ഇതാ പഠിക്കേണ്ടത്. അള്ള കാണും പോലെ കാണും എന്നാണ് ചിലര് വിശ്വസിക്കുന്നത്. അള്ള കേൾക്കും പോലെ കേൾക്കുമെന്നാ വിശ്വസിക്കുന്നത്. എങ്ങനെ? അള്ള കൊടുത്ത കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. അള്ളാഹുടെ കഴിവൊക്കെ കിട്ടിയത് എങ്ങനെയാ? അള്ളാഹുവിന്റെ കഴിവൊക്കെ സ്വയമുള്ളതാണ്. സൃഷ്ടികൾക്കൊക്കെ അള്ളാഹു കൊടുത്തതാണ്. അപ്പൊ അള്ളാഹു സ്വയം കഴിവോടുകൂടി കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കണം. സൃഷ്ടികളോ അവർക്ക് അള്ള കൊടുത്ത കഴിവ് കൊണ്ട് അവർ എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയും, എല്ലാത്തിനും കഴിയും എന്ന് വിശ്വസിച്ചാൽ ഒരു തകരാറുമില്ല എന്ന് ജനങ്ങളെ ആയത്തോതി ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പലരും പഠിപ്പിച്ചപ്പോ പലർക്കും തോന്നിപ്പോയി, എന്നാ പിന്നെ ഒന്ന് അമ്മയെ സമീപിച്ചാലെന്താ, എന്നാ പിന്നെ ഒന്ന് ഗുരുവായൂര് പോയാലെന്താ,
എന്നാ പിന്നെ ഒന്ന് വേളാങ്കണ്ണി പോയാൽ എന്താ? ഏറിയാൽ ഇങ്ങനെ ഹറാമല്ലേ ആവുകയുള്ളൂ, ശിർക്ക് വരില്ലല്ലോ. അങ്ങനെയാണ് പോയത്. കണ്ണൂർ ജില്ലയിൽ അതാ നബീസുമ്മ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി തേങ്ങി. നബീസുമ്മ കുട്ടിയെയും കൊണ്ട് ജസീറ മോളെയും കൊണ്ട് പോയതെങ്ങോട്ടാ? സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് തുലാഭാരം നടത്താൻ. ഗുരുവായൂരിലേക്ക് വേങ്ങരക്കാരൻ ഒരു ഹാജി പൂവൻപഴം കൊണ്ട് തുലാഭാരം നടത്താൻ പോയി. ശബരിമലയിലേക്ക് ഒരു മൊയ്തീൻ കുട്ടി സ്വാമിയായി മാലയിട്ട് പോയി. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ആളുകൾ പോകുന്നുണ്ട്. എന്തേ? ശിർക്ക് വരുമോ? കാരണം എന്താ? അമ്മയുടെ കഴിവൊന്നും അള്ളാഹു കൊടുക്കാത്ത കഴിവല്ല, കൊടുത്ത കഴിവാണ്, വിശ്വസിച്ചാ മതി. കൊടുക്കാത്ത കഴിവ് സ്വന്തമായിട്ട് അമ്മക്കുണ്ടെന്നോ അച്ഛനുണ്ടെന്നോ തങ്ങൾക്കുണ്ടെന്നോ വിശ്വസിച്ചാലേ ശിർക്ക് വരികയുള്ളൂ. അള്ളാഹു കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചാൽ അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല, ശിർക്ക് വരാനില്ല. പിന്നെ ആ മുസ്ലിമീങ്ങളുടെ സ്ഥലത്തേക്ക് പോയത് കൊണ്ട് ചിലപ്പോ കാഫറായി പോകും, അത് ശിർക്ക് വരൂല. എന്നാൽ ചിലപ്പോ ഹറാമായി പോകും, എന്നാലും മുശ്രിക്കാവൂല. ശിർക്ക് വരണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിനെ പോലെ കഴിവുള്ള ആളാന്ന് വിശ്വസിക്കണം. അങ്ങനെ ആരോ ഉണ്ടോ? അപ്പൊ എല്ലാരും വിചാരിച്ചു എന്ത്, എന്നാ പോയോക്കാ, കിട്ടിയാൽ കാര്യമില്ല, കിട്ടിയാലൊരു കുട്ടി, ഇല്ലെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ മൗലന്മാരൊരു തട്ട്, അത്രയല്ലേ ഉള്ളൂ, കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ആളുകൾ പോയി. ആളുകൾ ഒഴുകി ഈ കേന്ദ്രങ്ങളിലേക്ക് ഇങ്ങനെ പോവുക. എന്നിട്ട് പറയണ അറാഫ് കാഹിരി എന്നൊക്കെ ഹദീസിൽ പറഞ്ഞത് പണിക്കന്മാരെയാണ്, ജ്യോത്സ്യന്മാരെയാണ്, അമ്മമാരെയാണ്. ആരായി വർഗീയത പഠിപ്പിച്ചിരുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സഹാബിമാരോ നബിതങ്ങളോ എനിക്ക് എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയാം, നിങ്ങളുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ട എന്നെ സമീപിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ടോ? സഹാബത്ത് അങ്ങനെ വാദിച്ചിട്ടുണ്ടോ? സഹാബത്ത് ഔലിയാക്കളാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? നമ്മുടെ ഉമ്മ ആയിഷ ബീവി അടക്കമുള്ള മഹദികളായ സഹാബ വനിതകൾ വലിയത്തുകളാണ്, ബീവിമാരാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ആർക്കെങ്കിലും തർക്കിക്കാൻ കഴിയുമോ? അതേ ആയിഷ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള സ്വഹാബ വനിതകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബ ഉലിയാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ മുത്ത് നേതാവും അടക്കമുള്ള ഒരു സംഘം ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ, ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇരുന്നപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല പോയില്ലേ? മാല പോയി. കാണാനില്ല, മാല കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ മാല നഷ്ടപ്പെട്ടിരിക്കുന്നു. തെരയാണ്. ആരൊക്കെയാ തെരയുന്നത്? ലോകം കണ്ട ഔലിയാക്കളുടെ നേതാവ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിലുണ്ട്. മഹാന്മാരായ സഹാബാക്കളുണ്ട്, സഹാബാ വനിതകളുണ്ട്. അവരൊക്കെയും മാല തെരയുന്നു. മാല കാണാതെ വിഷമിച്ച് അവസാനം അതാ നിരാശപ്പെട്ടുകൊണ്ട് അതാ യാത്ര തുടരാൻ വേണ്ടി ഒരുങ്ങുമ്പോ അതാ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇരിക്കുന്ന അതേ വാഹനത്തിന്റെ അടിയിലതാ കിടക്കുന്നു മാല. ഇത് നമ്മൾ ഉണ്ടാക്കിയ കഥയാണോ? സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബുകളിലില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരുന്നിരുന്ന ഒട്ടകത്തിന്റെ കൂടാരത്തിന്റെ അടിയിലതാ കിടക്കുന്നു മാല. അവിടെ കിടക്കുന്ന മാല കാണാൻ ആയിഷ ബീവിക്ക് സാധ്യമായില്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധ്യമായില്ല. അത് അവർക്കൊരു കുറവാണോ? ഒരിക്കലും കുറവല്ല. കാരണം അദൃശ്യമറിയുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. എന്നിട്ട് ഇവര് അവകാശപ്പെടുകയാണ്, നിങ്ങളുടെ മാല പോയാൽ ഞങ്ങളെ സമീപിച്ചോളി. പത്രം എഴുതി ഒരു തട്ടിപ്പന്റെ പണി എന്താ? ഒരു തങ്ങളെ പണി എന്താ? നാട്ടില് എല്ലാവരുടെയും മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും കളഞ്ഞുപോയ സാധനം പറഞ്ഞു കൊടുക്കലും അദൃശ്യമായ കാര്യങ്ങൾ പറയലുമാണത്രേ ഇയാളുടെ തൊഴിൽ. അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിച്ചവര് തങ്ങള്. അയാളുടെ വീട്ടിന്റെ കിണറ്റിൽ ഒരു പൂച്ച ചത്തിട്ട് ആ പൂച്ച ചീഞ്ഞു നാറിയിട്ട് ആ വെള്ളമാണത്രേ ഔലിയപ്പാപ്പയടക്കം ദിവസങ്ങളോളം കുടിച്ചത്. കാരണം തന്റെ സ്വന്തം കിണറ്റിൽ ഒരു പൂച്ച ചാടി ചത്തിരിക്കുന്നു എന്ന മറഞ്ഞ കാര്യം പോലും ആരാന്റെ കിണറ്റിലെയും അടുക്കളയിലെയും കാര്യം പറയുന്ന ഈ വ്യാജന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പത്രം വളരെ കാര്യമായി എടുത്തെഴുതിയ ഒരു സംഭവമാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഇവിടെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മാത്രമല്ല മൂപ്പരുടെ പ്രധാനപ്പെട്ട പണി എന്താ? ദമ്പതികൾക്കിടയിലെ പിണക്കം തീർക്കൽ. പുതിയാപ്പളിയും പെണ്ണും തെറ്റിക്കണോ? എന്നാ കാര്യമായിട്ട് നിങ്ങൾ ഇന്ന് വരും, തകിട് വേണം,
മുട്ട വേണം, കരിക്ക് വേണം, കോഴി വേണം, നല്ല കൂകിത്തെളിയാത്ത കോഴി, നല്ല ചെറിയ ആട്ടിൻകുട്ടി, വലുതൊന്നും മൂപ്പർക്ക് വേണ്ട. കാര്യമായി ഒക്കെ കൊണ്ടുവന്ന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് മൂപ്പര് ശാപ്പാടടിക്കും. ആ എല്ലാ ബന്ധങ്ങളും നന്നാകുന്ന വെപ്പ്. അങ്ങനെ അവസാനം ചില കസ്റ്റമേഴ്സ് ഒക്കെ വന്നു നോക്കുമ്പോ വീട്ടിൽ പൊരിഞ്ഞ അടിയാണ്. ആര്? തങ്ങള് പാപ്പിയും ബീവികളും കൂടി. ഇവര് തമ്മിൽ ഭയങ്കര അടിയാണ്. പട പേടിച്ച് പന്തളത്തിയെന്ന് നോക്കുമ്പോ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെ ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പുതിയാപ്പളയും പുതിയണ്ണും ദൂരദിക്കിൽ നിന്ന് വന്നതാ ഔലിയനെ തേടിയിട്ട്. വന്ന് മുറ്റത്തെത്തി നോക്കുമ്പോ വീട്ടിൽ കലശലായ അടിയാണ് ഔലിയും ഭാര്യയും കൂടി. ഇനിയിപ്പോ എന്താ നമ്മളെ പ്രശ്നം ഇവിടെ പറയുന്നത്? ഞാൻ വെറുതെ പറയുന്നതല്ല, പത്രത്തിൽ നിങ്ങൾ വായിച്ചതല്ലേ, പത്രത്തിൽ വായിച്ചതല്ലേ. അങ്ങനെ എന്തെല്ലാം കഥകൾ. അള്ളാഹു മാത്രമാണ് രോഗം ശമിപ്പിക്കുന്നവൻ. അപ്പൊ പിന്നെ മൗലവീയങ്ങൾ ഡോക്ടറെ അടുത്ത് പോണതോ? അത് അള്ളാഹു നിശ്ചയിച്ച കാരണമാണ്. അള്ളാഹു നിശ്ചയിച്ച മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ സേവിക്കണം. അതിന് അതറിയാവുന്ന ഡോക്ടറോട് പോയിട്ട് പറയണം. അയാൾ ചീട്ടെഴുതി തരണം. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കണം. അപ്പൊ ഇതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭൗതികമായ ചികിത്സകളും നിശ്ചയിച്ചിട്ടുണ്ട് മൗലവി. അതിനാണ് ഞങ്ങളുടെ തങ്ങന്മാരും ബീവിമാരും കുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാലോ മറുപടി പിടിച്ചോ വളരെ കൃത്യമായി. അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടുള്ള അഭൗതിക ചികിത്സകളുണ്ട്. ആ ചികിത്സകളൊക്കെ നിർവഹിക്കാം. അതിനാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്, പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 രൂപത്തിലുള്ള ചികിത്സകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രോഗശമനത്തിന് വേണ്ടി. ഒന്ന് ഭൗതികമായ കാരണമാണ്, അഥവാ മരുന്നാണ്. മറ്റൊന്ന് പ്രാർത്ഥനയാണ്, റബ്ബിനോട് ദുആ ചെയ്യലാ. അള്ളാഹു പഠിപ്പിച്ചു തന്ന, റസൂല് പഠിപ്പിച്ചു തന്ന ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ചികിത്സിക്കലാണ്. ആത്മീയ ചികിത്സക്ക് നമ്മൾ എതിരല്ല. ആത്മീയ ചികിത്സ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ചില ആളുകൾ ഇപ്പൊ പറയാണ്, ഓരോരുത്തരെ ഇങ്ങനെ പിടിക്കാനൊരുങ്ങുമ്പോ അവര് മുൻകൂർ ജാമ്യം എടുക്കണം. ഞങ്ങൾ ഖുർആൻ പറഞ്ഞ ചികിത്സയെ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ ഹദീസിൽ പറഞ്ഞ ചികിത്സയെ ചെയ്യുന്നുള്ളൂ. എന്നാ ചോദിക്കട്ടെ, ഖുർആനിലെ ഏതായത്തിലാണ് കോഴിമുട്ടമ്മൽ എഴുതാൻ പറഞ്ഞത്? ഹദീസിലെ ഏത് വചനത്തിലാണ് കോഴിമുട്ടയിൽ എഴുതാൻ പറഞ്ഞത്? കരിക്കിൽ എഴുതാൻ പറഞ്ഞത്? പിഞ്ഞാണത്തിൽ എഴുതാൻ പറഞ്ഞത്? അതേപോലെ തന്നെ തവളയെ പിടിച്ച് അറുക്കാൻ പറഞ്ഞ ഹദീസ് ഏതാ? അതേപോലെ തന്നെ കുറുക്കന്റെ കണ്ണ് മാന്തിയിട്ട് അതരച്ചു കുടിക്കണം എന്ന് പറഞ്ഞ മദ്ഹബ് ഏതാ? ഇങ്ങനെ ഒരുപാട് ചികിത്സകൾ നടത്തുന്നില്ലേ? ഒക്കെ ഖുർആൻ പറഞ്ഞ ചികിത്സയാണ്, ഹദീസ് പറഞ്ഞ ചികിത്സയാണെന്ന് പറഞ്ഞിട്ട് ചികിത്സാരികൾ ഇങ്ങനെ രംഗത്തിരിക്കുന്നു. മന്ത്രം അനുവദനീയമാണെന്ന മറവിൽ രക്ഷപ്പെടാൻ ആരെങ്കിലും നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ലെന്ന് പറയട്ടെ. കാരണം മുസ്ലിമീങ്ങൾക്കറിയാം ഏതാണ് ഇസ്ലാമിലെ മന്ത്രമെന്ന്. അത് മുസ്ലിം പഠിച്ചവനാ, മുസ്ലിമിനറിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ധാരാളം മന്ത്രങ്ങളുണ്ട്. രോഗിക്ക് സ്വന്തം തന്നെ മന്ത്രിക്കാം, മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാം. അഥവാ എന്തായി മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട്, അതല്ലെങ്കിൽ രോഗിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യലാണ്. ഉറങ്ങാൻ കിടക്കുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ പ്രാർത്ഥനകൾ? ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്ന മന്ത്രങ്ങൾ. എന്നാലോ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാ 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 3 പ്രാവശ്യം. അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ ജിദു വ ഉഹാദിറു എന്ന് 7 തവണയും നീ പറഞ്ഞോളൂ. വേദനയുള്ള ഭാഗത്ത് നീ കൈവച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. രോഗിയെ നീ സന്ദർശിക്കുമ്പോ ആ വ്യക്തിയുടെ സമീപത്ത് നിന്നുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശഫീ ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. രോഗം നീ സമ്പൂർണമായി സുഖപ്പെടുത്തണം ഷാഫിയായ അല്ലാഹുവേ എന്ന് ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് മന്ത്രങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനകളുടെയൊക്കെ മറവിൽ ചൂഷണം ചെയ്യാനാണ് തട്ടിപ്പന്മാര് ശ്രമിക്കുന്നത്. ഇത് രണ്ടും വിവേചിച്ച് അറിഞ്ഞവരാണ് മുസ്ലിമീങ്ങൾ. മന്ത്രം എന്നുള്ള ഒരു വാതിലാണ് തുറന്നു കിട്ടിയപ്പോ അതിൽക്കാണ് കേറിയിരിക്കുകയാണ് ഒരുപാട് വ്യാജന്മാര്. എന്നിട്ട് അവര് പറയണേ, ഞങ്ങൾ ഖുർആൻ കൊണ്ടുള്ള ചികിത്സ ചെയ്യുന്നത്, ഹദീസ് കൊണ്ടുള്ള ചികിത്സ ചെയ്യുന്നത്. കണ്ടോ, ഒരുത്തനെ കണ്ടില്ലേ, കോലം കണ്ടില്ലേ? ഇതേതാ ഒരു സാധനം? ഇതിങ്ങനത്തെ ഒരു സാധനമാണ്. ഇനി വേറൊരു ഗ്രന്ഥം കണ്ടില്ലേ, ശുമൂസുൽ അൻവാർ. ഇതൊക്കെയും ഈ രൂപത്തിലുള്ള ചികിത്സ പഠിപ്പിക്കുന്ന കിതാബുകളാണ്. ഞാൻ നിങ്ങൾക്ക് ചില ചിത്രങ്ങൾ കാണിച്ചു തരാം. ചില ചിത്രങ്ങൾ കണ്ടോളൂ നിങ്ങൾ. ഇതിൽ എനിക്കിതൊന്നാകെ വിശദീകരിക്കാൻ നേരമില്ല.
നോക്കിയാൽ പല കച്ചവടക്കാരന്റെയും പേഴ്സ് തുറന്നു നോക്കിയാൽ ഇതുപോലെയുള്ള പലരും കണ്ടെടുക്കാൻ കഴിയും. ഞാൻ ബുധനാഴ്ച അല്ലൈൻ ഇസ്ലാഹി സെന്ററിൽ ഒരു ക്ലാസ്സിന് ചെന്നപ്പോ ഒരു സഹോദരനതാ അടുത്ത കാലത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സത്യം മനസ്സിലാക്കി വന്നൊരു സഹോദരൻ എന്റെ കയ്യിലേക്ക് 2-3 ഉറുക്കുകൾ ഇങ്ങനെ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ പ്രയാസങ്ങൾ തീരാൻ ഇവിടുത്തെ തങ്ങളെന്ന് പറയുന്നവൻ എഴുതി തന്നതാണ്. ആ രൂപത്തിൽ ഇതേപോലെയുള്ള കുറെ വരകളും കളികളും കുറികളും മാത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്ര പ്രവാസികളെ ഇവർ പറ്റിക്കുന്നു, എത്ര കച്ചവടക്കാരെ ഇവർ പറ്റിക്കുന്നു, എത്ര നേതാക്കന്മാരെ ഇവർ പറ്റിക്കുന്നു. കണ്ടില്ലേ, തിത്തുമീർ എന്ന് നടുക്കും, 4 ഭാഗത്ത് വേറെ ചില പേരുകളും. ആരാ ഇതൊക്കെ എന്ന് ചോദിച്ചാ അത് ഇവർക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി ഇത് എവിടെയാ ചെയ്യേണ്ടത്? ഈ ക്രിയ ചെയ്യേണ്ടത് എവിടെയാണ്? പോത്തിൻ തലയിലെ ക്രിയ. പോത്തും തലയിലാ? ഖുർആനിലുണ്ടല്ലോ പോത്തും തലയിൽ ക്രിയ ചെയ്യാൻ, അല്ലേ? ഹദീസിലില്ലേ പോത്തും തലയിൽ ക്രിയ ചെയ്യാൻ? കേട്ടോളിൻ, മനുഷ്യർക്കും മൃഗങ്ങൾക്കും വളരെ ഉപദ്രവകരമായിട്ടുള്ള സർപ്പം, സർപ്പക്കാട്, യക്ഷി. പുസ്തകം എന്താ അറിയ? ഇസ്ലാമിക ജ്യോതിഷാട്ടോ, ഇസ്ലാമിക ജ്യോതിഷം, ഇസ്ലാമിക് ബാർ എന്ന് പറയും പോലെ. ഇസ്ലാമിക ജ്യോതിഷുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിക് ബാർ, ഇസ്ലാമിക് വേശ്യാലയം എന്നൊക്കെ പറയുന്നത് പോലെ ഇസ്ലാമിക് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിഷം എന്നുള്ളതിന്റെ തട്ടിപ്പാണ്. ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗതിയാണ്. എന്നിട്ട് ഇസ്ലാമിക് ജ്യോതിഷം കേട്ടോളി. പോത്തിന്തലയിലെ ക്രിയ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വളരെ ഉപദ്രവകരമായിട്ടുള്ള സർപ്പം, സർപ്പക്കാട്, യക്ഷി, ബ്രഹ്മരക്ഷസ്, ആ പറമ്പിൽ കൂടിയുള്ള പിശാചുക്കളുടെ പോക്കുവരവ് മൂലമുള്ള ദോഷങ്ങൾ ഒഴിവാക്കാൻ പോത്തിന്റെ തല 4 എണ്ണം സംഘടിപ്പിച്ച് ഇറച്ചി മാറ്റി കൊമ്പ് സഹിതം എടുത്ത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒരാഴ്ച ഇടുക, ശേഷം എടുത്ത് കഴുകി വെക്കുക. പണി ഒന്ന് തുടങ്ങി 5000 മൂപ്പർക്ക് ഒരു വാരത്തിൽ കിട്ടി. ഇനി അടുത്ത ക്രിയ വേറെ. ഇതിപ്പോ കഴുകലായിട്ടുണ്ട്. പുതിയ ഒരു മൺകുടം നിറയെ വെള്ളം എടുത്ത് 250 ഗ്രാം ഉപ്പ് ഈ കുടത്തിലിട്ട് സർപ്പക്കാവിൽ ചെന്നിരുന്ന് ഫാത്തിഹ 21 വട്ടം. കേട്ടോ, ഇബ്ലീസ് ഏതും വിശ്വസിപ്പിക്കാൻ ഇടയ്ക്കൊരു ഖുർആൻ കയറ്റും. ഇല്ലെങ്കിൽ അത് മറ്റോന്റെതാന്ന് പറഞ്ഞെങ്കിലോ? എല്ലാ കർമ്മവും മറ്റോന്റെതാ. അപ്പൊ മുസ്ലിമിന്റെയാണ് എന്ന് തോന്നിപ്പിച്ചാലല്ലേ ഈ പാവങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുത്താൻ പറ്റൂ. അതുകൊണ്ട് മുസ്ലിമിന്റെതാണ് ഈ പരിപാടി എന്ന് തോന്നിപ്പിക്കാൻ ഇടയ്ക്കൊരു ഫാത്തിഹ 21 വട്ടം, അന്നാമു സൂറത്ത് 3 വട്ടം, ഇഖ്ലാസും മുഅവ്വദതൈനിയും 3 വട്ടം വീതം ഓതി ആ കുടത്തിലെ വെള്ളത്തിൽ ഇശ്ഫി എന്ന് ഊതിയതിനു ശേഷം കുടത്തിലെ വെള്ളം സർപ്പക്കാട് മുഴുവൻ തളിക്കുക. ശേഷം താഴെ കാണുന്ന കളം വരക്കുക. ഈ കളം വരക്കണം പോത്തുന്തലയിലെ. ഈ കളം വരക്കണം. കളം വരച്ചിട്ട് ശേഷം താഴെ കാണുന്ന ഇസ്മിനെ വെള്ളി തകിടിൽ എഴുതി, കണ്ടോ, അത് പോത്തുന്തലമേൽ വെക്കണം. സർപ്പക്കാടിന്റെ നടുക്കായിട്ട് കുഴിച്ചിടുക. ശേഷം സർപ്പത്തോടായി പറയുക, 3 ദിവസം ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നു, ഈ 3 ദിവസങ്ങൾക്കകം വാസസ്ഥലം വിട്ടൊഴിയണമെന്ന് പറഞ്ഞ് ചെറിയൊരു കൊമ്പോ ഇലയോ ഒടിച്ചിട്ട് പോരുക. ഈ 3 ദിവസങ്ങൾക്കകം എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയുക. യാതൊരു മാറ്റവും കാണാത്ത പക്ഷം സൂറത്തുൽ ഫീല് 2 ഇടങ്ങഴി മണലിൽ, എന്താ കുറുന്തോട്ടി പേരറ്റ, സൂറത്തുൽ ഫീൽ 2 ഇടങ്ങഴി മണലിൽ 101 പ്രാവശ്യം മന്ത്രിച്ച് 200 ഗ്രാം കുന്തിരിക്കം പുകച്ച് പകൽ 12 മണിക്ക് ശേഷം സർപ്പക്കാവിൽ കൊണ്ടുപോയി പുകക്കുകയും ഓരോ പിടി മണലിലും ഓരോ സൂറത്തുൽ ഫീൽ വെച്ചോതി ആ സർപ്പക്കാവിലേക്ക് എറിയുകയും ചെയ്യുക. ബാക്കിയുള്ള മണൽ ആ പറമ്പ് മുഴുവൻ എറിയുക. എല്ലാ പ്രശ്നവും തീരുന്നത്. വായിക്കാൻ നേരല്ല. നീ കണ്ടില്ലേ ഒരു ചിത്രം കണ്ടോളി, നല്ല രസമുള്ള ചിത്രമാണ്. കണ്ടില്ലേ ഒരുത്തന്റെ ഒരു കോലം? അതെന്തിനുള്ളതാ? ഒഴിയാബാധ അകറ്റാനുള്ള പരിപാടിയാണ്. ഇനി മനക്ലേശം ഇല്ലാതാക്കാനായി ഇതൊക്കെ. ഇനി ഉന്നതരെ സ്വാധീനിക്കാൻ ഇവിടെ നടക്കണ പണി കേട്ടോളി. അഹങ്കാരിയായ ഭരണാധികാരികൾ, പുറം രാജ്യങ്ങളിൽ ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യിക്കുന്ന അറബി മുതലായവരെ സ്വാധീനിക്കാനും അവരിൽ നിന്ന് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനും ശത്രുക്കൾക്കിടയിലൂടെ നിർഭയം സഞ്ചരിക്കാനും ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുവാനും താഴെ കാണുന്ന കളം തെറ്റുകൂടാതെ കടലാസിൽ എഴുതി കൈവശം സൂക്ഷിച്ചാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. ഗൾഫ് നാടുകളിൽ അലഞ്ഞു തിരിയുന്നവർ, ജോലിയില്ലാതെ ഗൾഫ് നാടുകളിൽ അലഞ്ഞു തിരിയുന്നവർ കൈവശം സൂക്ഷിച്ചാൽ വളരെ പെട്ടെന്ന് നല്ല ജോലി ലഭിക്കുന്നതും അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ്. വിസിറ്റിന് കുറെ കള്ളന്മാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ഈ പണി എടുത്തിട്ട് അവിടെ മുക്കാലുണ്ടാക്കണത്. നിങ്ങൾ മനസ്സിലാക്കണം പാവങ്ങളെ. ഇതിനാ പറയുന്നത് എന്താ? അവരോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയലാണോ മാർഗം? അവരെ സമീപിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിൽ ബോധമുണ്ടാകണം.
എനിക്ക് ഖൈറ് നേടിത്തരാൻ ഇവന്റെ ഈ വരയും കുറിയും കൊണ്ട് സാധ്യമല്ല. എനിക്ക് ഖൈറ് തരുന്നവൻ എന്റെ റബ്ബാണ്. എനിക്ക് ശർറ് വരുന്നതെങ്കിൽ അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഈ പിശാച് വരക്കുന്ന ഈ വരയും കുറിയും കള്ളിയും ഒന്നും എനിക്ക് ഖൈറ് വരുത്തുകയില്ല, എന്റെ ശർറിനെ ഒട്ട് തടുക്കുകയുമില്ല. ആ വിശ്വാസം മുസ്ലിമിന്റെ മനസ്സിലുണ്ടായാൽ ഇത്തരക്കാരുടെ വിസിറ്റിംഗ് വരെ ഇവിടെ നിൽക്കും. അവരിവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വരും. അങ്ങനെ പലതും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനിയും സഹോദരന്മാരെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇനി കേട്ടോ, മാരണം മാറ്റാൻ ഹോമം. ചിത്രം കണ്ടില്ലേ? കേട്ടോ, കാണണം നിങ്ങൾ ഇതൊക്കെ. എന്താ അതൊക്കെ കാണുന്നതല്ലേ? ഓരോ ചിത്രം, ഓരോ കോലങ്ങള്. ഇനി ഇതൊക്കെ വായിക്കാൻ കുറെ ഉണ്ട്. ഇത് വേറൊരു കോലം, പോത്തിന്റെ തലയും കൊമ്പും ഓരോ പ്രത്യേകമായ രൂപത്തിലുള്ള വരകളും. അതിന്റെ ഒക്കെ പുറത്ത് അതിലെന്താ ഒരു തലയുടെ മുകളിൽ ജിബ്രായീൽ, മറ്റൊന്ന് മീകായീൽ. ഇസ്രാഫീൽ കാണാനില്ല. ജിബ്രായീലുണ്ട്, മീകായീലുണ്ട്. പിന്നെ ഹോമം നടത്തേണ്ട വിധം പറയുന്നുണ്ട്. ഏത് കാര്യവും തുറന്നു കിട്ടാൻ റുഹാനികളെ പിടിക്കാനുള്ളതാണ് ഇതാ ഈ കാണുന്ന കോലം. ഇതൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. ഇതൊക്കെ ഈ കുറെ വരകളും കറികളും പുള്ളികളും. ഇതാ വേറൊരുത്തം നിൽക്കണില്ലേ, ഒരു ഫയൽമാൻ. എന്താ ഉഷാറ് കണ്ടില്ലേ? ഇതൊക്കെ അത് മൂപ്പരാരാന്നറിയോ? മൂപ്പര് സർവൈശ്വര്യത്തിനുള്ള ആളാണ്. സർവൈശ്വര്യം. ഇതൊക്കെ നടുക്ക് ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വരിയും കുറിയിട്ടിട്ടാ കൊടുക്കുന്നത്. ഇനി കായികനികൾക്ക് കാവൽ പല കോലത്തിൽ. ഇനി കണ്ടില്ലേ ഒരു മങ്കി മോഡലൊന്നും കണ്ടോ? അതെന്തിനുള്ളതാണെന്നറിയോ? ബഹുനില കെട്ടിടങ്ങൾക്ക് കണ്ണേറും നാവേറും തട്ടാതിരിക്കാൻ. കേട്ടോ, ഇങ്ങനെ പല രൂപത്തിലുള്ളതുണ്ട്. ധാരാളം സഹോദരന്മാരെ ഇതിലൊക്കെ വായിക്കാനുണ്ട്. ഈ പറയുന്ന പുസ്തകം ഇത് എഴുതിയത് തന്നെ എങ്ങനെയെന്ന് കേട്ടോളൂ. ഇതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഓരോ കാര്യവും ഇതിൽ എഴുതുമ്പോഴും മൂപ്പര് 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ട് അതിൽ എഴുതിയിട്ടുള്ളത്. അത്ര വലിയ കാര്യമുണ്ട് ഇതിനാണ്. കണ്ടോ, മൂപ്പര് ഓരോ കാര്യം എഴുതുമ്പോഴും ഇതൊക്കെ വളരെ പ്രാർത്ഥനയോടുകൂടെ ചെയ്യുന്നത്. പ്രേമത്തിന് വേണ്ട ഒരു പരിഹാരം പറഞ്ഞു തരാം. എന്താ? ഭാര്യക്ക് ഭർത്താവിനോട് പ്രേമമില്ലെങ്കിൽ അവളുടെ വലത് കാലിനടിയിലെ മണ്ണ് എടുക്കുക. എടുത്താൽ ഇങ്ങനെ അഖദ്തു ഖൽബകി വഅഖലകി മിൻ തഹ്തി റിജ്ലൈകി യാ ഫുലാനാ എന്നും ചൊല്ലണം. എന്താ ഇതിന്റെ അർത്ഥം അറിയോ? നിന്റെ ഹൃദയത്തെയും നിന്റെ ബുദ്ധിയെയും പെമ്പർന്നോളെ നിന്റെ 2 കാലിന്റെ അടിയിൽ നിന്ന് ഞാൻ ഇതാ എടുത്തിരിക്കുന്നു. ഇതാ അർത്ഥം. മണ്ണിന് വാര്യ. എന്നിട്ട് പിന്നെ ദീർഘമായൊരു ദ്വയുണ്ട്. ആ ദ്വയ അപ്പത് വായിക്കുന്നില്ല, കുറെ ഉണ്ട് വായിക്കാൻ. അത് എഴുതിയിട്ട് അതിന് നടുവിൽ ആ മണ്ണിടുക. അത് ഒരു മരത്തിൽ അവളുടെ താമസ സ്ഥലത്തേക്ക് നേരിടീച്ച് കെട്ടിത്തൂക്കുക. കെട്ടുന്നത് സാധിക്കുമെങ്കിൽ അവളുടെ മുടിയിഴ കൊണ്ടാവൽ ഉത്തമം. തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആണ് ഉത്തമം. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇനി ഒരു സ്ത്രീ ഒരു പുരുഷനെ പ്രേമിച്ചു, പക്ഷേ അയാൾ വിവാഹം ചെയ്യാൻ കൂട്ടാക്കിയില്ല എങ്കിൽ ഇത് തന്നെ ചെയ്യാം. പുരുഷൻ വഴങ്ങും. മണ്ണു കാലിന് ചുവട്ടിലേത് കിട്ടിയില്ലെങ്കിൽ വീട്ടിലേത് കിട്ടിയാലും ഒപ്പിക്കാം. ചിലപ്പോൾ ഇവൾ നിൽക്കുന്നോടൊന്ന് മണ്ണെടുക്കാൻ ഞാൻ ചവിട്ടിട്ടുപോയി. അപ്പൊ തൽക്കാലം നടക്കണല്ലോ, കാശൊക്കണല്ലോ. തൽക്കാലം പരിയിലത്തെ ഏതെങ്കിലും മണ്ണായാലും മതി. ഹലാലായ കാര്യത്തിൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ എന്ന് ഓർക്കുക. ഒരുപാട് വയസ്സുകൾ ചെലവഴിച്ച് ഗുരുനാഥന്മാരിൽ നിന്ന് നേടിയതാണ് ഞാനിത്. ഇത് ഹോജ പറയണേ. ഒരുപാട് വയസ്സുകൾ ചെലവഴിച്ച് ഗുരുനാഥന്മാരിൽ നിന്ന് നേടിയ ഇൽമാണ് ഞാനിത്. ഇത് മുസ്ലിയാക്കന്മാരൊന്നും നിഷേധിക്കട്ടെന്നാ, നാം നിഷേധിക്കട്ടെ. ഇതിപ്പോ ഒരു പരസ്യം കൊടുത്തതാ. അവരുടെ മാസികകളിൽ പരസ്യം വന്ന ബുക്കാണ്. അതിലായി പറയുന്നത് കേട്ടോളൂ. ഇനിയും 40 കൊല്ലത്തെ കഠിനാധ്വാന ഫലമാണിത്. ഇതുണ്ടാക്കിയ ഷെയ്ഖ് പറയണ് 40 കൊല്ലം ഉസ്താദിന്റെ ഇരുന്ന് പഠിച്ചുണ്ടാക്കിയ ഇൽമാർ. എവിടുന്നൊക്കെ? ഞാൻ സുഡാനിലും ഹിജാസിലും മറ്റും ഇവ തേടി നടക്കുകയായിരുന്നു. അക്കാലത്ത് റൗള സിയാറത്ത് ചെയ്യവേ എനിക്കിതിന്റെ പ്രാധാന്യം കൂടുതൽ ബോധ്യപ്പെട്ടു. ചൈനയിലെങ്കിലും പോയി മധു നുകരാനുള്ള തിരുമേനിയുടെ കൽപ്പന ഞാൻ അവിടെ മുഴങ്ങിക്കേട്ടു. ഞാൻ എന്റെ ഈ ഗ്രന്ഥത്തിൽ ഓരോന്നും വിവരിച്ചത് ഇസ്തിഖാറത്ത് ചെയ്ത ശേഷം മാത്രമാണ്. 2 റക്അത്ത് ഇസ്തിഖാറത്ത് ചെയ്തിട്ട് ഓരോന്ന് എഴുതുമ്പോഴും ഞാൻ ഇസ്തിഖാറത്ത് ചെയ്ത് പഠിച്ചു. അത്രയും മുത്തായ കാര്യങ്ങളാ അതിലെന്നാ പറയുന്നത്. എന്നാ കേട്ടോളിയും കുറച്ച് കേട്ടോളി ഇതിന്ന് കുറച്ച് മുത്ത് കേട്ടോ. എന്താണെന്നറിയോ? കാണുന്നവരെയൊക്കെ സ്വാധീനിക്കാൻ നീ ആഗ്രഹിച്ചാൽ ചുവന്ന മുത്തുപോലെ അമൂല്യമായ ഈ ക്രിയ ചെയ്യുക. പാലിൽ വെണ്ണ പോലെ ശരീരത്തിൽ ആത്മാവ് പോലെ പ്രാധാന്യമുണ്ടതിന് ഇതാ ഒരു കളം. ഈ കളാണ് കൊണ്ടുനടക്കേണ്ടത്. ഈ കളം വരച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് ജനഹൃദയങ്ങളെ കവർന്നെടുക്കും. എത്രത്തോളം എന്നറിയോ? എത്രത്തോളം ഇതുകൊണ്ടുള്ളൊരു നേട്ടം പറയണം. ഏത് വിരൂപിയായ ആള് ഇത് കെട്ടി നടന്നാലും അവൻ സുന്ദരിയാകും, സുന്ദരനാകും.
അതിനുള്ള കഥ പറയുന്നുള്ളൂ. 40-ലധികം അതീവ സുന്ദരിമാർ ഉൾക്കൊള്ളുന്ന ഒരു വെപ്പാട്ടി വൃന്ദം ഹാറൂൺ റഷീദിനുണ്ടായിരുന്നു. ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് 40-ലേറെ സുന്ദരികളുടെ ഒരു വെപ്പാട്ടി വൃന്ദമുണ്ടായിരുന്നു. പക്ഷേ വിരൂപിയായ ഒരുവളെയാണ് അദ്ദേഹം അളവറ്റ് സ്നേഹിച്ചത്. കൂട്ടത്തിൽ ഒരു കോലമല്ലാത്തൊരു വിരൂപി തള്ളയെയാണ് അവൻ സ്നേഹിച്ചത്. എന്താ കാരണം എന്നറിയോ? അവൾ മരിച്ചു. മയ്യത്ത് കുളിപ്പിച്ച വൃദ്ധക്ക് ഈ കളം കിട്ടി. ആ പടുവൃദ്ധ അതെടുത്ത് കെട്ടി. പിന്നെ ഖലീഫ വെപ്പാട്ടിയുടെ മയ്യത്ത് കാണാൻ വന്നു. ഓക്കാനം തുടങ്ങി. ഒടുവിൽ ആ പടുവൃദ്ധയെ കണ്ടപ്പോൾ ഓക്കാനം നിന്നു. മാത്രമല്ല ഖലീഫ മക്ലൂസ് തള്ളയെ പ്രേമിച്ചു, അവളെ കെട്ടി. 1 കൊല്ലം കഴിഞ്ഞു ആ കളം ഒരു യുവാവ് കയ്യിലാക്കി. അതോടെ അയാൾ ഖലീഫയുടെ സന്തത സഹചാരിയായി ഉയർന്നു. കന്യകയോ വിധവയോ ഇത് കെട്ടിയാൽ ഉടനെ വിവാഹിതരാകും. എന്താ പറഞ്ഞതറിയോ? ഈ കളം ഒരാൾ കൊണ്ടു നടന്നാൽ അവനെ കാണുന്നോലൊക്കെ പ്രേമിക്കും, എല്ലാവരും സ്നേഹിക്കും, അവനെ ഓടിച്ചിട്ട് പിടിക്കും എന്നൊക്കെയാണ് ഇതിലേരുന്നത്. സഹോദരന്മാരെ, ഒരു സദസ്സെന്ന് വായിക്കാൻ കൊള്ളൂലതൊന്നും. ഇതൊക്കെയാണ് 40 ദിവസം 40 കൊല്ലത്തെ അധ്വാനം കൊണ്ട് കിട്ടിയ ഇൽമാണ്. റസൂലുള്ളാഹിയുടെ റൗളന്റെ സമീപത്ത് പോയിരുന്ന് ഇസ്തിഖാറത്ത് നിസ്കരിച്ച ഇൽമാണ്. നോക്കണം, ഇവരുടെ പത്രങ്ങളിൽ പരസ്യം വന്നതാണ്. ധാരാളം കാര്യങ്ങൾ ഇതിലൊക്കെ ഇനിയും എഴുതുന്നുണ്ട്. മാത്രമല്ല എത്രയോ സംഗതികൾക്ക് ഇതില് പരിഹാരങ്ങൾ കുറച്ചൊന്നല്ല സഹോദരന്മാരെ. എന്തൊക്കെയെന്നറിയോ? ശത്രുവിന്റെ കച്ചവടം തകർക്കാന്, റിയാല് ദിർഹമാക്കാന്, ദിർഹം റിയാലാക്കാന്, സ്വർണം വെള്ളിയാക്കാൻ, വെള്ളി സ്വർണമാക്കാൻ, ഏതെല്ലാം രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇതിലെന്ന് പറഞ്ഞാൽ തീരൂല. കുറേണ്ട്. മുഹബ്ബത്തുണ്ടാകാൻ, ആരോഗ്യം നിലനിർത്താൻ, തലവേദന മാറാൻ, പിന്നെ നാവ് കെട്ടാൻ, ജിന്നിനെ അയക്കാൻ, പനിച്ചു തുള്ളാൻ, സ്ത്രീയെ ആരും കെട്ടാതിരിക്കാൻ, ഗർഭം അലസാൻ, സ്ത്രീയെ മച്ചിയാക്കാൻ, ആടുമാടൊട്ടകങ്ങൾ അഭിവൃദ്ധിപ്പെടാൻ, കൊള്ളലാഭമെടുക്കുന്ന കച്ചവടക്കാരുടെയും പലിശക്കാരുടെയും വ്യാപാരം നശിപ്പിക്കാൻ, അങ്ങനെ കള്ളും വ്യഭിചാരവും നിർത്താൻ, ദാരിദ്ര്യം അകലാൻ, മച്ചി പ്രസവിക്കാൻ, ഇങ്ങനെ ഒരു 100 കൂട്ടം പറഞ്ഞാൽ തീരൂല. ധാരാളം ഈ പുസ്തകത്തിലുണ്ട്. ഇതൊക്കെ നമ്മുടെ സമുദായത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. മുജറബാത്തു ദൈറബി എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. അതും ഇവർ അംഗീകരിക്കുന്ന ഒരു ഹോജ എഴുതിയതാണ്. കേരളത്തിൽ വിവർത്തനം ചെയ്താൽ ഇന്നും വിൽക്കുന്നുണ്ട്. എന്തെല്ലാം രൂപത്തിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയാം, ഞങ്ങൾ ഖുർആനിലും ഹദീസിലുള്ള ചികിത്സ ചെയ്യുന്നത്. ഇതൊക്കെ ഖുർആനിലും ഹദീസിലുള്ളതാ. ഇതാണ് വ്യാജന്മാരുടെ പണി. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ. സഹോദര, ഒരൊറ്റ മാർഗമേയുള്ളൂ. വിശുദ്ധ ഇസ്ലാമിലേക്ക് മടങ്ങുക, ഇസ്ലാം നിർദ്ദേശിച്ച ചികിത്സകൾ ചെയ്യുക, ഇസ്ലാമിൽ അനുവദിച്ച മന്ത്രം മന്ത്രിക്കുക, ഇസ്ലാമിൽ അനുവദിക്കാത്ത മന്ത്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക, ഇസ്ലാം പാലിക്കാൻ പറഞ്ഞ നിയമങ്ങൾ പാലിക്കുക, ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളും ദുആകളും നിത്യജീവിതത്തിൽ പലതവണയായി ആവർത്തിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക, നമസ്കാരത്തിൽ നിഷ്ഠ പാലിക്കുക. ഒരുത്തനും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരാളുടെ കേന്ദ്രത്തിലേക്കും നമ്മൾ പോകേണ്ടി വരില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കുക എന്തെന്നറിയോ? നമ്മുടെ വിശ്വാസത്തെ കളങ്കമറ്റതായി നിലനിർത്തുകയാണ് വേണ്ടത്. ഈ എല്ലാ രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബഹളങ്ങളും ഒക്കെ ഇപ്പൊ പത്രത്തിലൊക്കെ നിലച്ചില്ലേ? ഇപ്പൊ പത്രം തന്നെ എഴുതി മൂന്നാർ മോഡലായി. മൂന്നാറിൽ എന്ത് ആവേശത്തോടു കൂടിയാ ഇടിച്ചു നിരത്താൻ വന്നത്? വൻതോക്കുകൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ മൂന്നാറുമില്ല, നാലാറുമില്ലപ്പോ. ഇതുപോലെ ഒരാളിൽ തുടങ്ങി വൻതോക്കുകളിലേക്ക് എത്തുമെന്ന് വന്നപ്പോ എല്ലാവരും ഉൾവലിയുന്നു. അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവോ? ഇല്ല. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായിന്നറിയോ? പല ആളുകൾക്കും തോന്നി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോയാലും ജീവിക്കാം. പലരുടെയും കഥകൾ വായിച്ചപ്പോൾ ആൾക്കാർക്ക് ആവേശമായി എന്നതല്ലാതെ എന്താ ഇതുകൊണ്ട് കാര്യം ഉണ്ടായത്? ഒരു കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ആളുകൾ സമ്പാദിക്കുന്നോ ഇല്ലേ അതൊന്നുമല്ല പ്രശ്നം, ആരെങ്കിലും കോടികൾ ഉണ്ടാക്കിയോ അതൊന്നുമല്ല വിഷയം. വിഷയം മനുഷ്യന്റെ വിശ്വാസത്തെയാണ് ഇവർ തകർക്കുന്നത്. ഈ വിശ്വാസത്തെ തകർക്കുന്ന അന്ധവിശ്വാസികളായ ആളുകൾക്കെതിരെ പ്രമാണങ്ങൾ കൊണ്ട് പോരാടണം, തെളിവുകൾ ഉദ്ധരിച്ച് പോരാടണം. ഒരാൾക്കും മറഞ്ഞ കാര്യം അറിയില്ല. ഈ രൂപത്തിലുള്ള ചികിത്സകൾ പൈശാചികമാണ്. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാം വിരോധിച്ച ഗൂഢമായ പദ്ധതികളാണ്. അത് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഉമ്മവങ്ങന്മാരോട് അത് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ അവർ ഒരു കാവിലേക്കും പോവുകയില്ല, ഒരു മഠത്തിലേക്കും പോവുകയില്ല, ഒരു ബീവിയുടെ സമീപത്തേക്കും അവർ ഇക്കാര്യത്തിന് പോവുകയില്ല, ഒരു തങ്ങളുടെ സമീപത്തേക്കും അവർ ഇതിനു വേണ്ടി പോവുകയില്ല. നാം മനസ്സിലാക്കുക, വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. അല്ലാഹു സ്നേഹിക്കുന്ന മഹാന്മാരായ ആളുകളുണ്ട്, ഔലിയാക്കളുണ്ട്. അവർ ഖിയാമത്ത് നാൾ വരെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരൊറ്റ വലിയും ഞാൻ ഔലിയപ്പാപ്പയാണെന്ന് വാദിക്കുകയില്ല, എനിക്ക് കറാമത്തുണ്ടെന്ന് ഒരാളും വാദിക്കുകയില്ല. ആരെങ്കിലും ഞാൻ ഔലിയയാണ്,
എനിക്ക് സിദ്ധികളുണ്ട്, കറാമത്തുണ്ട് എന്ന് വാദിച്ചാൽ അവൻ കള്ളനാണെന്ന് കൂട്ടിക്കോളൂ. ഒരു വലിയും ഞാൻ വലിയ എന്ന് പറയൂല. കാരണം ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളെ തന്നെ പുകഴ്ത്തരുത്. സ്വന്തത്തെ പുകഴ്ത്തലല്ലേ ഞാൻ വലിയാണെന്ന് പറഞ്ഞാൽ, എനിക്ക് കറാമത്തുണ്ടെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അള്ളാഹു അതിന് അനുവാദം തന്നിട്ടില്ല. അമ്പിയാക്കൾക്ക് അള്ളാഹു അനുവാദം കൊടുത്തു അവരുടെ മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാൻ. കാരണം അവരുടെ മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത്. അത് ശത്രുക്കളുടെ വെല്ലുവിളിയെ നേരിടാനാണ്. ഔലിയാക്കളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ബഹളങ്ങളൊക്കെ നിലക്കുകയാണ്. സർവ്വ ബഹളങ്ങളും നിലച്ചാലും എല്ലാ രൂപത്തിലുള്ള തട്ടിപ്പന്മാരും വ്യാജന്മാരും ഇനിയും അരങ്ങ് തകർക്കും. അവരുടെ വ്യവസായവുമായിട്ട് അവർ മുന്നോട്ട് പോകും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ഒരാളെയും സമ്മതിക്കരുത്. നാം ഉറച്ചു നിൽക്കുക, ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴിത്താരയിൽ അടിയുറച്ചു നിൽക്കുക. ആ വിശ്വാസങ്ങളും കർമ്മങ്ങളും മാത്രം അനുഷ്ഠിക്കുക. എങ്കിൽ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അത് ഈ ജനങ്ങളെ ബോധവൽക്കരിക്കലല്ലാതെ ഈ ഒരു മാറാവ്യാധിക്ക്, ഈ ഒരു വലിയ മാരകമായ രോഗത്തിന് ഔഷധമായിട്ട് മറ്റൊന്നും നൽകാനില്ല. തച്ച് തകർക്കലോ മാർച്ചുകളോ അക്രമങ്ങളോ ഇതിന്റെ പരിഹാരമല്ല. ബോധവൽക്കരണമാണ് ആവശ്യം. എന്തിലേക്കുള്ള ബോധവൽക്കരണം? റഹ്മാനായ റബ്ബിനെ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. ആ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ജനങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. ഇതെന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇതേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതായി നിങ്ങൾ തള്ളിക്കളയരുത്. ആ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കരുത്. സത്യത്തിന്റെ അന്വേഷികളല്ലേ, സത്യം അന്വേഷിക്കുക, കണ്ടെത്തുക. ഇതുപോലെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ നാം നമ്മുടെ ഖുതുബകളിൽ പോലും ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, മൈസലോണിൽ നമ്മുടെ പള്ളിയിൽ നാം ഖുതുബകൾ എല്ലാ ആഴ്ചയിലും മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്നുണ്ട്. പല സഹോദരങ്ങൾക്കും അറിയാം. ഈ റോളയിൽ തന്നെയുള്ള ഇസ്ലാഹി സെന്ററിന്റെ ഓഫീസിൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും മഗ്‌രിബിന് ശേഷം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രഭാഷകന്മാർ പ്രസംഗിക്കാറുണ്ട്. സീഡികളുണ്ട്, ഓഡിയോകളുണ്ട്, പത്രങ്ങളുണ്ട്, മാസികകളുണ്ട്. സത്യത്തിൻ്റെതായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഖുർആൻ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, പ്രമാണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിലൂടെ വിഷയങ്ങൾ പഠിക്കണം. അത് മാത്രമേ സഹോദര നമ്മുടെ ഈമാനിനെ ഒരാളും കവർന്നെടുത്ത് കൊണ്ടുപോകാതിരിക്കുവാനുള്ള ഏക മാർഗമുള്ളൂ. വിശ്വാസത്തെ നന്നാക്കുക, കർമ്മത്തെ നന്നാക്കുക, സ്വഭാവത്തെ നന്നാക്കുക. അതിലൂടെ മാത്രമാണ് രക്ഷ. അതിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടുക. അതിലൂടെയാണ് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുക. അതിനുള്ള ശ്രമങ്ങളിൽ ഓരോരുത്തരും സഹകരിക്കുക. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും മുന്നോട്ട് വരിക. ഇതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. റഹ്മുർ-റഹീമീനായ നാഥൻ സർവ്വ ചൂഷകന്മാരുടെ ചൂഷണത്തിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ പ്രവൃത്തികളിലും നീ ഖൈറും ബർക്കത്തും ചൊരിയണമേ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ പറയുവാനുള്ള ധൈര്യവും ആർജവവും ഈമാനിക ബോധവും ഇഖ്ലാസും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.